എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഉള്ളി ചിക്കനാണ്. അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണ്. ഇതിലേക്ക് അധികമായിട്ട് ചേർക്കുന്നത് മുളക് മാത്രമാണ്. മുളക് മാത്രം ചേർത്തു എന്നോർത്തിട്ട് ഇതിന് ഒരു തരി പോലും എരിവൊന്നുമില്ല. എരിവ് കുറയ്ക്കുന്നതിനായിട്ടും നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ടും നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ ഈ ഒരു ഉള്ളി ചിക്കൻ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉള്ളി ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1.5 കിലോ അളവിലുള്ള ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിലെ വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാ നീരും ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ചിക്കനിലേക്ക് വിനാഗിരി ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് കുഴച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ചിക്കനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കന്റെ ഫസ്റ്റ് മാരിനേഷനാണ് ഇത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിക്കനിൽ ധാരാളം വെള്ളം എല്ലാം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഈ ഒരു വെള്ളം എല്ലാം നമുക്ക് ചിക്കനിൽ നിന്ന് ഊറ്റി മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കന്റെ വെള്ളം എല്ലാം ഞാനിവിടെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാരിനേഷനും കൂടി ഉണ്ട്. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചിക്കന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. 1.5 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ തിരുമ്മി കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടാണ് വരിക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കനിൽ നിന്നും ഊറ്റി മാറ്റിയ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിലേക്ക് വെള്ളം കൂടി പോവാതെ വേണോട്ടോ ചെയ്തെടുക്കാനായിട്ടും. ചിക്കൻ ഇപ്പോൾ കുഴച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്നുകൂടെ തുറന്ന് നോക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല പോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കായിട്ട് ഒരു 3 സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ 1/2 കിലോ അളവില് കൊച്ചുള്ളി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചൂടായ പാനിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാള നല്ല ഫ്രൈ ആക്കി എടുക്കണം. സവാളയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരണം. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എണ്ണയുടെ അളവ് കുറച്ച് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് സവാളയിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുവാണ്. സവാളയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സവാള മുരിഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 6 കാശ്മീരി മുളക് നമുക്കൊന്ന് ചതച്ച് വെക്കാം. ചതച്ച് വെക്കുന്ന സമയത്ത് അത് അധികം ഓവറായിട്ട് ചതഞ്ഞു പോവരുത്. ഈ ഒരു രീതിയിലാണ് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സവാള നല്ല മെറൂൺ കളറിലേക്ക് ഒന്നായി വന്നിട്ടുണ്ട്. എണ്ണ എളുപ്പത്തിൽ തന്നെ ഊറി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം പാനിൽ നിന്നും സവാള കോരി മാറ്റാം. ഒരു തരി പോലും കരിയാതെ ഫ്രൈ ചെയ്തെടുത്ത സവാള നമുക്ക് ഇതേ രീതിയിലേക്കാണ് ആക്കിയെടുക്കേണ്ടതും. അതിനുശേഷം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കേണ്ടതും. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഒരു തവണ കൊണ്ട് തന്നെ വറുത്തെടുക്കാനുള്ള ചിക്കനേ ഉള്ളൂ. ഇനി ചിക്കൻ പീസുകൾ ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം തീ വെച്ച് കൊടുക്കേണ്ടതും. ഒരു വശം മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് നിർത്തിയതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമുക്കൊരു 5 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം ചിക്കൻ പീസുകളൊന്ന് വെന്ത് വരാനായിട്ടൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് അടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഉള്ളി ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല.
പാടില്ല. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് പുരട്ടിയ ചിക്കൻ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു പാചകവും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നുകൂടെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് ഈ ഒരു മസാലകളൊന്ന് മുരിച്ചെടുക്കാം. ഓരോ തവണ മറിച്ചിട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചിക്കനിലേക്ക് ധാരാളം വെള്ളം എല്ലാം ഇറങ്ങി വരും. ആ ഒരു വെള്ളം മുഴുവനും തന്നെ നമുക്ക് വറ്റിച്ച് ചിക്കൻ പീസുകളൊന്ന് മുരിച്ചെടുക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകവും. ഇതുപോലൊരു രുചികരമായിട്ടുള്ള ഉള്ളി ചിക്കൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പീസുകൾ നല്ല പോലെ മുരിഞ്ഞ് ഇതുപോലെ ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് സവാള ഫ്രൈ ചെയ്തത് ചേർക്കേണ്ടതും. സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. മുളകും സവാളയൊക്കെ ചിക്കനിലേക്ക് ഒന്നുകൂടെ പിടിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഒനിയനും മുളകും ഒക്കെ നല്ലപോലെ മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉള്ളി ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇതുപോലൊരു ചിക്കൻ ഫ്രൈ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ അത്രയും സ്വാദുള്ള ഉള്ളി ചിക്കനാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.